வணக்கம் ஐயா. என்ன தம்பி சௌக்கியம்? இருக்கட்டும், இந்த சாதனம் எல்லாத்தையும் உள்ள வை. சரியம்மா. பெட்டியை தூக்கு. பார்த்து போ, போடா, போடா. Hello. Hello, sir. Nice to have you here. Please welcome. ரொம்ப தேங்க்ஸ், ரொம்ப தேங்க்ஸ். இது வச்சுக்கோ. சந்தோஷம் தானே? தொடக்கமே May I come in, super. sir? வணக்கம் வணக்கம். ரொம்ப அழகா இருக்கு அல்ல கனகம்? ஆமாங்க. எப்படி சார் யாத்திரைக்கு ஓ சுகம்? தூள் அல்ல கனகம்? Correct. மேடம், குடிக்கிறதுக்கு ஹாட்டோ கோட்டோ ஏதாவது? அவருக்கு வந்து கோல்டு, எனக்கு வந்து ஹாட். தம்பி ரெண்டு சோடா. நில்லு நில்லு நில்லு. இது வச்சுக்கோ. இது வச்சுக்கோ. இப்படி ஒரு இது. அது வேண்டாம். கொடுத்த கை செவந்து போச்சு. தர்மம். தப்பா நினைக்காதீங்க. മക്കളെ സൂക്ഷിച്ച്. സാറേ സുഖകരമായ താമസമാണ്. മക്കളെ പുഴയുണ്ട്, കായലുണ്ട്, സ്പീഡ് ലോഞ്ച് ഉണ്ട്, ബോട്ടുണ്ട്. നോക്കി നിൽക്കാതെ പെട്ടിയൊക്കെ സാർ ചെല്ലാണ് ചെല്ലാണ്. റിസോർട്ടും കൊള്ളാം, അവർ അറേഞ്ച് ചെയ്ത പാർട്ടിയും കൊള്ളാം അല്ലേ സ്വപ്നെ? എല്ലാം കൊള്ളാം. പക്ഷെ ഇങ്ങനെ ഉടുത്തൊരുങ്ങിയുള്ള ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഒക്കുന്നില്ല അച്ചായ. എന്തേ അതിന് നീ എന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. രണ്ടാഴ്ചത്തെ ഒരു ചുറ്റിക്കളി, അത് കഴിഞ്ഞാ എന്റെ സ്വന്തം ഭാര്യയും പിള്ളേരും. ആ ഒരു രണ്ടാഴ്ച നീ എന്നിട്ടാണോ ഇന്നോ തമിഴത്തിയുടെ പുറകെ കറങ്ങി നടന്നത്? അത് നീ കണ്ടല്ലേ? ആ പെണ്ണും പിള്ള ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ നമ്മുടെ ദേഹത്തങ്ങ് തട്ടിമുട്ടി നടക്കൂലേ? എന്റെ ഒരു ഗ്ലാമർ. അയ്യോ എന്റെ പേഴ്സ് എവിടെ? 40. ശരവണ, ഈ 100-200 മോട്ടിക്കാനാണ് ഈ 6-7 മീറ്റർ നീളമുള്ള ചേലയും ചുറ്റി മുക്കുകൊണ്ടോട്ട് തന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. എന്റെ കനകവല്ലി, ആർത്തി വേണ്ട. പയ്യെ തിന്ന പന മാത്രമല്ല, ഇവിടെയുള്ള തെങ്ങ് മുഴുവൻ നമുക്ക് തിന്നാം. ഇപ്പോഴേ ഇവിടെ നമ്മുടെ തറവാടിത്തം കാണിച്ച് ഉള്ള കഞ്ഞി മണ്ണ് വാരി ഇടണോ? ആ ആന്റിവേരിനെ ദുബായിക്ക് വിടാന്ന് പറഞ്ഞ് വാങ്ങിയ കാശെടുത്താ ഇവിടെ അഡ്വാൻസ് കൊടുത്തത്. അതെങ്കിലും മുതലാക്കട്ടെ മനുഷ്യ. നീ സമാധാനപ്പെട് കനകവല്ലി, അതെല്ലാം നമുക്ക് മുതലാക്കാം. വേണ്ടി വന്ന ഈ ടൂറിസ്റ്റ് ബംഗ്ലാവ് വരെ നിന്റെ പേര് ഞാൻ ആക്കി തരും. എന്താ പോരെ? ഞാനില്ലേ കൂടെ? ഓ അതാ എന്റെ ആകെയുള്ളൊരു പേടി. ഞാൻ ഒറ്റക്കടി കയ്യും കൈക്കനും കാണിച്ചെങ്കിൽ രക്ഷപ്പെട്ടേനി. കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ ഡ്യൂട്ടിയുള്ള. എന്റെ മീശമാത വണ്ണാ കാത്തോളണേ. അയ്യോ അണ്ണന്റെ വിരിയും വിട്ടേ. അയ്യോ, പേടിച്ചു പോയി. ഉറങ്ങിയോ? മതി കണ്ണു തുറന്നോളൂ. ഇങ്ങനെ വെറുതെ കിടന്നാലേ തടി കുറയൊന്ന് തന്നോടാരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടല്ല, എന്നെ പോലെ ആവണമെങ്കിൽ മതി. എനിക്ക് അത്രയും നേരം വിശ്രമിക്കാലോ എന്ന് കരുതിയിട്ടാ. ഇനി എഴുന്നേറ്റോളൂ. ദൈവമേ, തമ്പുരാൻ പള്ളി ഉറക്കാൻ കഴിഞ്ഞ് എഴുന്നേറ്റോ എന്തോ. എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഇവൻ എവിടെ പോയി കിടക്കുക? നകുല, നകുല. ഞാൻ ചെന്നിട്ട് വേണം തമ്പുരാന് നീരാട്ടിന് പോവാൻ. ഇതൊക്കെ അയക്ക് തനിച്ച് ചെയ്തൂടെ? ഞാൻ ഒരു പണിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന കാണാൻ ചേട്ടൻ അത്ര കൊതിയായില്ലേ? താൻ എന്റെ കൂടെ പോരെ? എന്തിനു ഊന്നു വഴിയായിട്ടോ? സമയം കളയാൻ ചേട്ടനടുത്ത് നമ്പർ ചെയ്യും. ഞാൻ ലെഫ്റ്റ് എന്ന് പറയുമ്പോ ഇടത് കൈയും, റൈറ്റ് എന്ന് പറയുമ്പോ വലത് കൈയും, പൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. റെഡി? ഓ നീ എത്തിയോ? ഓ എന്തെങ്കിലും ഒന്ന് പറയടോ. ചെപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വിടറോ. 1 2. നമസ്കാരം. നമസ്കാരം സാറേ, ഈ പെട്ടിക്കകത്ത് ഗിന്നസ് ബുക്കാണോ? ആണെങ്കിൽ എന്റെ പൊന്ന് സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഈ ഗിന്നസ് ബുക്കിൽ ഒന്ന് കേറ്റാവോ? നകുലൻ ആരാ? ഈശ്വര, ചോദ്യോത്തര പങ്ക്തി ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? നകുലൻ ചോദിച്ചത് കേട്ടില്ലേ? ആരാ? കേട്ടു. രാമലക്ഷ്മണന്മാരുടെ ഒരേ ഒരു അനുജൻ. എന്താ സാറിന്റെ ചോദ്യം തെറ്റിയോ? നകുല ആരാടാ അത്? സാറിന് എത്ര ദേഷ്യം വന്നാലും ശരി, ഇതിന്റെ ഉത്തരം ഞാൻ മാറ്റി പറയൂല. ഇനിയെങ്കിലും എന്നെ ഗിന്നസ് ബുക്കിൽ ചേർത്തൂടെ? നീ ആരാടാ മരമാക്രി? നിന്നെ ആരാടാ ബുക്കി കയറ്റാന്ന് പറഞ്ഞു? ഗിന്നസ് ബുക്കിന്റെ ഓണർ അതാരാന്ന്? സാറ് തന്നെ. നീ ഇപ്പൊ എവിടെ നിക്കണേ? സാറിന് എന്താ കണ്ണ് കണ്ടൂടെ? ഈ കുന്ത്രണ്ടം വെച്ചിട്ടാ തൊട്ട് മുമ്പിലാ ഞാൻ. എന്റെ കയ്യെത്തും ദൂരത്തല്ലേ? അതേന്നേ. ആ വേണമെങ്കിൽ കുറച്ചുകൂടെ അടുത്ത്. വേണ്ട, നീ ആദ്യം നിന്ന് സ്ഥലം തന്നെ കറക്റ്റ്.
കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അവൾ നനങ്ങല്ലേ? ഇല്ലില്ല. എന്നാ ശരി. ഡാനാകൂല. തമ്പുരാന് എന്ത് ഭാവിച്ച ഒറ്റയ്ക്ക് മുറിക്ക് പുറത്തിറങ്ങരുത് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അപ്പൊ നീ ഇവിടെ ഇല്ലായിരുന്നു. നീ എവിടെ പോയതാ? ഞാൻ പുറത്തൊന്ന് കറങ്ങാൻ പോയതാ. അപ്പൊ എന്നെ കൊണ്ട് കൊണ്ടുപോയിക്കൂടെ? ഓ മുറിക്കകത്തായാലും പുറത്തായാലും തമ്പുരാൻ എപ്പോഴും പവർ കട്ടി തന്നെയല്ലേ. അയ്യോ തമ്പുരാന്റെ കണ്ണട എന്തിയേ? അത് അവൻ കൊണ്ടുപോയി. യാവൈ ഇതെന്താ പെട്ടെന്ന് രാത്രിയായോ? നീ ഇരുട്ടത്ത് എവിടെ പോണ്? ഇരുട്ടത്തോ? നിന്റെ കണ്ണിൽ എന്താ വല്ല മത്ത് കുത്തിയുണ്ടോ? എടുത്ത് മാറ്റട ഈ കുന്ത്രാണ്ടം. ഇത് എപ്പ എന്റെ കണ്ണിൽ വന്നു? ഇരട്ടത്ത് തട്ടി തടഞ്ഞു വീഴാതെ നേരെ മുറിലേക്ക് ചെല്ലാൻ നോക്ക്. എന്തിനിട്ടാ? തമ്പുരാന്റെ കണ്ണട എടുത്ത അവന്റെ കളി. വല്ലതും പറ്റിയോ? ഇതുവരെ ഒന്നും പറ്റിയില്ല. കണ്ണട ഇതെങ്ങനെ തന്റെ കയ്യിൽ വന്നു? ഇതാരെ കണ്ണടയെന്നറിയോ? ഇല്ല. കുഞ്ഞൂട്ടൻ തമ്പുരാന്റെ കണ്ണടയാ. ഇത് നോക്കി ഇറങ്ങിയതാ ഞാൻ. എനിക്കിത് ഗോപാലൻ തന്നതാ. യാത് കോവാലൈ, ഇതെന്റെ തമ്പുരാന്റെ കണ്ണടയാ. സോറി. ഇതാ. ഇത് നഷ്ടപ്പെട്ടാലുള്ള എന്റെ തമ്പുരാന്റെ മനസ്സിന്റെ വേദന തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ വാസന്തിയും ലക്ഷ്മിയും കാണണോടാ. വാസന്തിയും ലക്ഷ്മിയും. ഞാൻ വരട്ടെ? വേണ്ട. എന്താ? എനിക്ക് മനസ്സിലാവും എന്ത്? ഇത് നഷ്ടപ്പെടുമ്പോഴുള്ള നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. താങ്ക് യു. സത്യസന്ധത. നോ, സിൻസിയറിറ്റി. കമോൺ. മനസ്സിന്റെ വേദന, ശരീരത്തിന്റെ വേദന, അങ്ങനെ എല്ലാ വേദനകളും ഒന്നുമല്ലാതായിത്തീരുന്ന സമയം ചിന്തകൾക്കൊരു തരം മരവിപ്പ് ബാധിക്കും. ആ മരവിപ്പിൽ നമ്മൾ ഒന്നും അറിയില്ല. അങ്ങനെ ഒന്നും അറിയാത്ത ലോകത്തേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടും. നിങ്ങളെ ഞാൻ യാത്രയാക്കട്ടെ. കരണ്ടടിക്കുന്ന സാധനം കണ്ടൊരു സൂത്രം കാട്ടിത്തരാം ഞാൻ. ഹലോ 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 പോക്ക. എല്ലാം കൂടി ഒന്ന് കട്ട് തീർത്താൽ നാളെ നമ്മൾ എന്തോ ചെയ്യാൻ പോവാ. ഇങ്ങോട്ട് വാ. ഒരു നല്ല കാര്യം ചെയ്യുമ്പോ പുറകോട്ട് വിളിക്കല്ലേ. ശരവണ. വാ. ശരവണ. പിന്നെ വിളിക്കാം. മാഡത്തിന് അറിയാലോ, AC ഇല്ലാതെ ആ മുറി കിടക്കാൻ പറ്റില്ല. മുറി തുറന്നിട്ട് കിടന്നാ അത് അതിലേറെ ബോറാകും. ഞങ്ങളുടേതേ ഒരു ഹണിമൂൺ ട്രിപ്പാ. അതൊക്കെ എനിക്കറിയാം സർ. സോറി, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട് സാറേ? യുവർ കംഫർട്ട് ഈസ് അവർ സാറ്റിസ്ഫാക്ഷൻ. ജോർജർ മേജറെങ്കിൽ മേജർ ജോർജറെങ്കിൽ ഇത്രയും പ്രായമായിട്ട് വായ കൊള്ളാവുന്നൊരു പേരിടാൻ പറ്റിയിട്ടില്ലല്ലോ. മേജറെങ്കിൽ ശരിയായില്ലോ. സാർ റൂമിലേക്ക് വിട്ടു. ഗുഡ് നൈറ്റ് സാർ. നോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 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 ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാതെ എവിടെയെങ്കിലും പോയി ഇരിക്കേ. ഇത് പിടിച്ചേ. പോയിരിക്കാനോ? ഞാനോ? അത് ഇവിടെ ഒരു മംഗള മനോഹര മുഹൂർത്തം നടക്കാൻ പോകുമ്പോഴാ ഗോപാലൻ ഗിന്നസ് ബുക്കിലേക്ക് കയറാൻ പോവാ. രണ്ടും കൂടി എന്ത് ഏടാകൂടാണോ ഒപ്പിക്കാൻ പോണത്? പറ രാമകൃഷ്ണ, ഗോപാലൻ എങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറും? ഒരു വലിയ കൂട്, അതിനകത്ത് ഗോപാലൻ കിടക്കും, കൂട്ടത്തിൽ ഒരു പാമ്പും. പാമ്പോ? ആ പാമ്പ് 24 മണിക്കൂർ ഗോപാലനും പാമ്പും ഒരേ കൂട്ടിൽ. അതിന് പാമ്പ് എവിടെ? പാമ്പല്ലേ മേജർ സാർ? അതിനെ കളഞ്ഞോ? രാമകൃഷ്ണ, അതിനെ വിട്ടേക്ക്, അത് കടിക്കും. അതിനെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ കടിക്കും. അതെ. വളട്ടരുത്. ജലദോഷം. എന്റെ സാറയുടെ സാരി വെക്കുന്നോളാ തെണ്ടി. അയ്യോ, ഞാൻ പാമ്പിനെ നോക്കിയതാണ്. അവനെ ഞാൻ കാണിച്ചാൽ അവിടെ കൊള്ളണോ നിനക്ക്? അയ്യോ, അയ്യോ.
നീ ഇവിടെ ഇല്ല ചായ, ഞാൻ ഉറങ്ങുമായിരുന്നു. അത് ഉറങ്ങായിരുന്നു. അപ്പോഴാണ് ഈ പുതപ്പിന്റെ അകത്തോട്ട് കയറി പോയത്. എന്തേ പാമ്പ്. പാമ്പോ ആ. എവിടെ? അതെ, പാമ്പ് ദേ ഓട്. ദാ, ദേ, വാ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. പാമ്പേ മണ്ണിലിടമില്ല. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ? വെളിച്ചമുണ്ടോ കയ്യിൽ, വെളിച്ചമുണ്ടോ? നാളമുണ്ട്, പറവകൾക്കാകാശം, അകത്തുണ്ടോ? പുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. മണ്ണിലിടമില്ല. ഭാരം ചുമക്കുന്ന ദുശകൂനമാണു ഞാൻ. ചില്ലുമേടയിലിരുന്നെന്നെ തമ്പുരാനെ എന്താ നകുല? തമ്പുരാനെ കൺഗ്രാറ്റുലേഷൻസ്. ഓ താങ്ക് യു. തമ്പുരാൻ ആൾ വിളിക്ക തന്നെ. ഇത് ഞങ്ങൾ തമ്പുരാക്കന്മാരുടെ ഒരു സ്റ്റൈലാ. തമ്പുരാനെ, അങ്ങ് ഒരു ക്ഷത്രിയ കുലജാതൻ തന്നെ സമ്മതിച്ചിരിക്കും. അങ്ങനെയൊന്നുമില്ല. പാമ്പ് വേലായുധന്റെ മോനാ. തമ്പുരാനെ, കാഴ്ചയില്ലാത്ത തമ്പുരാന് ചില നേരത്തൊരു അലങ്കാരമാ. ഇപ്പൊ ഇവിടെ കൺഗ്രാജുലേഷനും മറ്റും പറഞ്ഞിട്ട് വരുമ്പോ തമ്പുരാൻ ഹീറോയാ. അതെങ്ങനെയാ? അതെങ്ങനെയാന്നോ? ഒറ്റ ചവിട്ടിൽ തമ്പുരാൻ കൊന്ന എന്തിനാണെന്ന് അറിയോ? എന്തിനെ? ഒരു പാമ്പിനെ. തമ്പുരാനെ, തമ്പുരു ചരിഞ്ഞോ?